എന്തിൻ്റെ കുഴപ്പമായിരുന്നു നിനക്ക്? വല്ല തൂക്കവിടെ ഉണ്ടായിരുന്നു? അങ്ങനെ അത് എന്നേലും കാണിച്ചോണ്ടായിരുന്നു. നിനക്ക് എന്തിൻ്റെ തൂക്കടായിരുന്നടാ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കിട്ടിയില്ലേ? കുത്തിക്കൊണ്ടിരിക്കും. ആയി എന്നിട്ടത് നീറാൻ നീയും നീ ചാവടാ, നീ ചാവ്. എൻ്റെ ഗതികെട്ട അയ്യോ അതിൻ്റെ കുത്തി നീ ചാവിക്കാൻ. മറ്റുള്ളവർ കുത്തുന്നു വേറെ, അതിൻ്റെ കൂടെ നീ സ്വയം കുത്തി ചാവും. കുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നാളെ ഈ കാണിച്ചു കൂട്ടുന്നത് വെറുതെ മോശമാണെന്നല്ലേ. നാളെ ഞാൻ ചത്തുപോയാൽ ഇതൊക്കെ ആരിലും കാണണ്ടേ? നമുക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ഇതൊക്കെ ആരിലും കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കാമല്ലോ. ഭ്രാന്ത് പിടിച്ച് മനസ്സും വിഷമിച്ച് നശിച്ച് നാരണക്കലായി മരിച്ചതാണെന്നെല്ലാം പറയാമല്ലോ. അതിനുവേണ്ടി അതൊക്കെ ചെയ്തു വെക്കുന്നത്. എന്ത് കാര്യം? നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ് നടക്കുന്നുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഉപകാരം എന്ന് പറഞ്ഞ സാധനം അത് കിട്ടുകയില്ല. ഈ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന സാധനങ്ങളാണത്. അത് എന്നും ഞാൻ പറയുന്നതല്ലേ, എന്നും നീ പറയുന്നതാണ്. നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്, നിൻ്റെ നാശത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്നത്. വല്ല ഗുണമുണ്ടോ? എല്ലാം എൻ്റെ ജീവിതത്തിൽ വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? നശിപ്പിക്കാൻ ദൈവം തന്നെ നശിച്ച് നാരണക്കല ഇരിക്കുക. എന്തിനിങ്ങനെ നടന്നുകൊണ്ട് നീറ് ചാവുമോ? ചത്ത് കിട്ടുവാണെങ്കിൽ അത്ര നല്ലതാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ തീർന്ന് കിട്ടുവാണെങ്കിൽ എന്തൊക്കെ ഉപകാരമുണ്ട്. നീ വല്ല കാര്യമുണ്ടോ? ഈ കിടന്നുകൊണ്ട് നരകിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ട് ഉപകാരം ചെയ്താലും ഉപദ്രവം തന്നെ നിനക്ക് കിട്ടുന്നത്. എല്ലാ കാര്യമുണ്ടോ? ഇത് കാരണം വിഷമം നമ്മളിങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാന്നല്ലാതെ എനിക്കാരും പറയാനാരുമില്ല. അതാണ്. ഈ കാണുന്നവരെങ്കിലും ഒന്ന് നല്ല വാക്ക് പറയാം, എന്തിനൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ തീർന്ന് നശിച്ച്. ഇതൊക്കെ എപ്പോഴേലും ആരെങ്കിലും കാണുവാണെങ്കിൽ സങ്കടമുണ്ട്. ഉപകാരം ചെയ്താലേ എൻ്റെ തന്തയെ പൊടിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഫോണ് ഞാനൊന്ന് ശരിയാക്കി കൊടുത്താൽ ഫുള്ള് ഹാങ്ങാണ്. അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ എന്ത് കാര്യം ഇവിടെ? ആരോട് പറയാൻ? വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ നിനക്ക്? വല്ല കാര്യമുണ്ടോ? ഇപ്പം തിരിച്ച് കിട്ടിയപ്പം തിരിച്ച് ഓരോ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഗതികെട്ട ജീവിതം ഇത്. നശിച്ചു. എന്നാ ചെയ്യുന്നത്? ചെയ്തു കൊടുത്തതെല്ലാം നാശത്തിലോട്ടാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഉള്ളത്? നിനക്ക് ഉള്ളവർ മൊത്തം നിനക്ക് പണിതുകൊണ്ടിരിക്കും. തിരിച്ച് പണിതുകൊണ്ടിരിക്കുക. ഉപകാരം ചെയ്തു കൊടുത്താലും അത് തിരിച്ച് പണിതായിട്ട് വരുള്ളൂ. വിഷമിപ്പിച്ചിട്ടുള്ള എല്ലാവരും എന്തൊക്കെ ആഗ്രഹിച്ചിട്ടൊരാളെ നമ്മൾ സഹായിച്ചാലും അവർ നമ്മളെ തിരിച്ച് കുത്തിയിട്ടുള്ളൂ. എന്നാ കാര്യമിടാ? എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇനി ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യമിടാ? ജീവിച്ചിരുന്നിട്ട് നീ എന്നാ കാര്യം? ആരോട് എന്നാ പറയാൻ? എല്ലാവരും നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കും. ചുറ്റുമുള്ളതെല്ലാം നമുക്ക് പണിതാം. ആരെ? നമ്മളിപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കും. അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരാൾ ഇപ്പോൾ സഹായം ചോദിക്കുക, ആരായാലും നമ്മൾ സഹായം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുക്കും. പക്ഷേ നാളെ ഒരു ഉപകാരമായിട്ട് ഒരു ചോദ്യം ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യമില്ല. കാരണം നീ ഒരു പാവമാണ്. ഞാൻ മനസ്സിലാക്കത്തോളം നീ ഒരു പാവമാണ്. പാവം. ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് സുഖിപ്പിച്ച് കഴിഞ്ഞാൽ നീ അങ്ങ് വലിഞ്ഞു തീരും. ക്രൂരനല്ലടാ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്ന നീ എന്തുകൊണ്ടാണ്?
ഒരാളെ സങ്കടം കണ്ട് കഴിയുമ്പോഴത്തേക്കും അയാളെ എന്ത് സഹായിക്കാൻ സാധിക്കും എന്നാണ് നീ ചിന്തിക്കുകയുള്ളൂ. അയാളെ നമ്മളെങ്ങനെ സഹായിക്കാൻ പറ്റും? പക്ഷേ അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുകയല്ല. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ, നശിച്ച ജീവിതം. എന്ത് കാര്യം, തൊലഞ്ഞ് കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ഗുണമല്ലേ. ഇത്രയും മുടിഞ്ഞവനെ പിടിച്ച് ഇരിക്കും തോറും നശിക്കുന്ന, എനിക്കും നാശം ബാക്കിയുള്ളവർക്കും നാശം. അത് തന്നെ അവസ്ഥ. എന്ത് കാര്യമാടാ, ഇരിക്കും തോറും ജീവിതം തീർന്നടാ, നശിച്ചു, ഇനി ഒന്നുമില്ല. ശരി.